ഇനി നമുക്ക് CPI-യുടെ കൂട്ടിക്കിഴിക്കലുകളും പ്രതീക്ഷകളും ഒക്കെ ഏത് തരത്തിലാണ് എന്ന് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യത എന്ന വിലയിരുത്തലിൽ CPI പീരുമേട്, തൃശൂർ, നാദാപുരം മണ്ഡലങ്ങൾ കൈവിടുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പട്ടാമ്പിയും അടൂരും വിജയസാധ്യത കുറവുള്ള സീറ്റുകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രിമാരായ കെ രാജനും ജെ ചിഞ്ചുറാണിയും കടുത്ത മത്സരം നേരിട്ടതായും CPI വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, CPI-യെ സംബന്ധിച്ച് എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പിന്നോട്ടാണ് എന്നുള്ള കാര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കെ രാജനും ചിഞ്ചുറാണിയും ഒക്കെ വലിയ മത്സരം നേരിട്ടു എന്ന് പറയുമ്പോൾ എന്താകും ഫലം എന്നുള്ള കാര്യം അപ്രതീക്ഷിതം എന്നുള്ള ഒരു ധ്വനി കൂടി അതിലുണ്ട്. അപ്പോൾ CPI പ്രതീക്ഷകൾ ഏതു രീതിയിലാണ്? തീർച്ചയായും സ്വാതി, 25 മണ്ഡലങ്ങളിലാണ് ഇത്തവണ CPI മത്സരിച്ചത്. കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ 17 മണ്ഡലങ്ങൾ സിറ്റിംഗ് മണ്ഡലങ്ങളായി CPI-ക്കുണ്ട്. ഈ 17 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങൾ മാത്രമായിരിക്കും CPI-ക്ക് ലഭിക്കുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് പാർട്ടിയുള്ളത്. അതിൽ തന്നെ 10 മണ്ഡലങ്ങൾ ഉറപ്പായി വിജയം അവർ വിചാരിക്കുന്നു. അതിൽ 10 മണ്ഡലങ്ങളുള്ളത് നെടുമങ്ങാട്, ചിറയൻകീഴ്, പുനലൂർ, ചാത്തന്നൂർ, ചേർത്തല, വൈക്കം, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, നാട്ടിക, കാഞ്ഞങ്ങാട്. ഈ 10 മണ്ഡലങ്ങളും അല്ലെങ്കിൽ ഉറപ്പായും CPI-ക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷെ അതേസമയം 4 മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും? അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് 4 മണ്ഡലങ്ങളിൽ നടന്നു. വിജയം ഉറപ്പിക്കാൻ കഴിയാത്ത 4 മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒല്ലൂരും ചടയമംഗലവും ഈ ഗണത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ പട്ടികയിലുണ്ട് എന്നുള്ളതാണ്. പട്ടാമ്പിയും അടൂരും കൂടെ ഈ 4 മണ്ഡലങ്ങളിൽ പെടുന്നു. മന്ത്രിമാരായ കെ രാജനും ജെ ചിഞ്ചുറാണിയുമാണ് ഒല്ലൂരും ചടയമംഗലവും മത്സരിച്ചത്. ഇവിടെ വലിയൊരു മത്സരമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കടുത്ത മത്സരം നേരിട്ട ഈ 4 മണ്ഡലങ്ങളിൽ വിജയം ഇപ്പോഴും ഉറപ്പിക്കാൻ CPI-ക്ക് ആയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഈ മണ്ഡലങ്ങൾ ലഭിക്കുമോ എന്നുള്ള ഒരു സൂചനയാണ് CPI-ക്കുള്ളത്. ഒപ്പം തന്നെ ഈ പട്ടാമ്പിയും അടൂരും വിജയസാധ്യത കുറവായ സീറ്റുകളുടെ അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് ഉള്ളത്. ഈ ഉറപ്പായും വിജയിക്കുമെന്ന് കണക്കൂട്ടുന്ന മണ്ഡലങ്ങളിലൊന്നും തന്നെ ഇവയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് ഉള്ളത് ഈ സിറ്റിംഗ് മണ്ഡലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള പീരുമേട്, തൃശൂർ, നാദാപുരം. ഈ മണ്ഡലങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള ഒരു പ്രാഥമിക കണക്കാണ് ഇപ്പോൾ CPI-ക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പരമാവധി 14 സീറ്റുകൾ മാത്രമായിരിക്കും ഈ 25 മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൽ CPI-ക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഈ നിഗമനത്തിലെത്തിയിട്ടുള്ളത് ഈ മണ്ഡലം കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ പ്രകാരമാണ്. ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് നാളെയായിരിക്കും പുറത്തു വരിക. എന്തായാലും ചെറിയ ഒരു ആത്മവിശ്വാസത്തിലാണുള്ളത്. മത്സരിച്ച 25 ഇടങ്ങളിൽ 14 ഇടങ്ങളിലെങ്കിലും വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് CPI നിലവിലുള്ളത്. സ്വാതി. ശരി ഹാൻസ്, CPI-യുടെ പ്രതീക്ഷകൾ ആ രീതിയിലാണ്. ഇനി